अगला छठा देखिए, सूचना के अनुसार उत्तर लिखिए. सूचनയുടെ അടിസ്ഥാനത്തിൽ ഉത്തരം എഴുതൂ. तो पहला प्रश्न इस प्रकार आए हैं, देखिए. तुम हिंदी पढ़ते हो. वाक्य को तत्कालिक वर्तमान काल में बदलिए. തന്നിരിക്കുന്ന വാക്യത്തെ താത്കാലിക വർത്തമാനകാലിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാക്യം ഏത് ടെൻസിലാണുള്ളത്? സാമാന്യ വർത്തമാൻ കാലിലാണുള്ളത്. അതിനെ നമുക്ക് താത്കാലിക് വർത്തമാനകാലിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റാം? तो तुम ഹിന്ദി പഠ് രഹേ ഹോ എന്നതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. എന്താണ്? തും ഹിന്ദി പഠ് രഹേ ഹോ. ഓക്കെ. സോ ക്രിയാധാതുവിൻ്റെ കൂടെ രഹാ ഹേ, രഹി ഹേ ഓർ രഹേ ഹൈം, രഹി ഹൈം എന്നീ രൂപങ്ങളാണ് ചേർക്കേണ്ടത്. അത് കർത്താവിൻ്റെ ലിംഗ് ഓർ വചൻ അനുസരിച്ച് വേണം ചെയ്യാൻ. ठीक है. देन अगला देखिए, सूरज हिंदी पढ़ता है. वाक्य को नित्यता बोधक में बदलिए. നിത്യതാ ബോധക് ക്രിയ എന്ന് പറഞ്ഞാൽ ഹാബിച്വൽ ആക്ഷനാണ്. അതായത് പതിവായി നടക്കുന്ന പ്രവൃത്തിയെ കാണിക്കുന്ന ക്രിയാരൂപത്തിനെയാണ് നിത്യതാ ബോധക് ക്രിയ എന്ന് വിളിക്കുന്നത്. तो यहाँ पर सूरज हिंदी पढ़ता है, वो क्या है? സാമാന്യ വർത്തമാൻ കാൽ കാ ഏക് വാക്യ ഹെ അല്ലേ. അതിനെ നമുക്ക് ഒരു ഹാബിച്വൽ ആക്ഷൻ എന്ന ഒരു സെൻറ്റൻസിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റാൻ ഇവിടെ ക്രിയയെ നമുക്ക് പാസ്റ്റിലേക്ക് ആദ്യം മാറ്റണം. ഓക്കെ. അതിനുശേഷം ക്രിയാധാതുവിൻ്റെ കൂടെ കർ എന്ന ആ ഒരു ശബ്ദം അല്ലേ, കർ എന്ന പദത്തിൻ്റെ വിവിധ രൂപങ്ങൾ ആണ് അവിടെ ചേർക്കേണ്ടത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കർത്താവിൻ്റെ അടിസ്ഥാനത്തിലാണ് കറിൻ്റെ വിവിധ പ്രയോഗങ്ങൾ നമ്മൾ ചേർക്കേണ്ടത്. സോ യഹാം പർ ഉത്തർ കെ രൂപ में इस प्रकार आते हैं. देखिए, सूरज हिंदी पढ़ा करता है. सूरज हिंदी पढ़ा करता है. ओके. देन अगला देखिए, मैं पानी पीता हूँ. मैं पानी पीता हूँ. വാക്യ को സാമാന്യ ഭൂതകാൽ में बदलिए. തന്നിരിക്കുന്ന വാക്യത്തെ സാമാന്യ ഭൂതകാലത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടെൻസിലാണുള്ളത്? പ്രസൻറ്റ് ടെൻസിലാണുള്ളത് അല്ലേ. മേ പാനി പീത്താ ഹൂം. സോ ഇതിനെ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ നേ എന്ന പ്രത്യയം നമ്മൾ ഇവിടെ കൊടുക്കണം. तो मैंने पानी पिया എന്ന് വേണം എഴുതാൻ. എന്താണ്? मैंने पानी पिया. ओके. फिर अगला देखिए, हम काम कर सके. चुक का प्रयोग कीजिए. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ചുക്ക് എന്ന സഹായക ക്രിയ ഉപയോഗിച്ചുകൊണ്ട് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചുക്ക് എന്ന സഹായക ക്രിയ ഏതെങ്കിലും പ്രവൃത്തി അവസാനിപ്പിക്കാനോ അതിൻ്റെ സമാപ്തിയെ സൂചിപ്പിക്കുന്നതിനെയോ ആണ് ചുക്ക് എന്ന പ്രയോഗം ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ ചുക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ സെൻറ്റൻസ് എങ്ങനെ വരാം? ഹം കാം കർ ചുക്കേ. എങ്ങനെ വരാം? ഹം കാം കർ ചുക്കേ. ഹം ഇവിടെ പ്ലൂറൽ ഫോം ആയതുകൊണ്ടാണ് ചുക്കേ എന്ന് വന്നിരിക്കുന്നത്. കേട്ടോ. फिर अगला क्या है? पांचवा है, घोड़ा तेज दौड़ता है. सक का प्रयोग करके वाक्य को बदलकर लिखिए. ഇവിടെ സക്ക് എന്ന സഹായക ക്രിയ ഉപയോഗിച്ചുകൊണ്ട് വാക്യത്തെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ कैसे लिख सकते हैं? घोड़ा तेज दौड़ सकता है. ഇങ്ങനെ എഴുതാം. घोड़ा तेज दौड़ सकता है. ओके. फिर अगला देखिए, सुनीता हिंदी पढ़ती है. लग का प्रयोग कीजिए. ലഗ് എന്ന സഹായക ക്രിയ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സെൻറ്റൻസ് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ലഗ് ഉപയോഗിക്കുക? ലഗ് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ക്രിയ അല്ലേ, ഇതിലെ ക്രിയ എന്ന് പറയുന്നത് പഠിത്തി ഹേ അല്ലേ, പഠിത്തി എന്നതാണ് ക്രിയ വരുന്നത്. സോ ക്രിയാധാതുവിൻ്റെ കൂടെ നേ എന്നത് നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ക്രിയാധാതു ഇവിടെയുള്ള ക്രിയയെ ക്രിയാധാതുവാക്കിയിട്ട് അതിൻ്റെ കൂടെ നേ എന്നത് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ് വരിക? സോ സുനിത ഹിന്ദി പഠിനെ ലഗി. ലഗി എന്നായത് ശ്രദ്ധിച്ചല്ലോ अले सुनीता वहाँ पर स्त्रीलिंग है, जो संज्ञा है या कर्ता है वो स्त्रीलिंग है, इसलिए लगी मैंने लिखा है. ठीक है, तो सुनीता हिंदी पढ़ने लगी. ओके, सातवां क्या है? पिताजी मैसूर जाना चाहते हैं. चाहिए का प्रयोग करके वाक्य को बदल कर लिखिए. चाहिए എന്ന സഹായക ക്രിയ ഉപയോഗിച്ചിട്ട് വാക്യത്തെ മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. सो इस वाक्य में चाहिए प्रयोग करते समय हमें थोड़ा सा जानकारी ध्यान में रखना है. चाहिए प्रयोग करते वक्त. ठीक है, അപ്പോൾ चाहिए നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് കർത്താവിൻ്റെ കൂടെ കോ എന്ന പ്രത്യയം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. चाहिए പ്രയോഗിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ എന്ത് പ്രയോഗിക്കണം? കോ എന്ന പ്രത്യയം പ്രയോഗിക്കണം. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയാകാം? പിതാജി കോ മൈസൂർ ജാന ചാഹിയേ. എങ്ങനെ വരാം? പിതാജി കോ മൈസൂർ ജാന ചാഹിയേ. ठीक है, ഇനി അടുത്ത നോക്കിക്കേ. नयन अच्छी तरह पढ़ती है, वह परीक्षा में उत्तीर्ण होती. यदि तो का प्रयोग करके वाक्यों को मिलाइए. यदि तो വാക്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശബ്ദമാണ് യദി തോ എന്ന് പറയുന്നത്. സോ യദി തോ പ്രയോഗിച്ചിട്ട് ഈ വാക്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ വരാം? യദി നയൻ അച്ഛി തര പഠിത്തി തോ പരീക്ഷാമേ ഉത്തീർണ ഹോത്തി എന്ന് വേണം എഴുതാൻ. ഓക്കെ, യദി തോ എന്ന് പറയുന്നത് വാക്യങ്ങളെ തമ്മിൽ ഒരൊറ്റ സെൻറ്റൻസിൽ വാക്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് എഴുതാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് യദി തോ ഇവിടെ പ്രയോഗിച്ചിട്ട് ഈ സെൻറ്റൻസിനെ ഇങ്ങനെ മാറ്റി എഴുതാം. യദി നയൻ അച്ഛി തര പഠിത്തി തോ പരീക്ഷാമേ ഉത്തീർണ ഹോത്തി. ഓക്കെ എന്ന് വേണം എഴുതാൻ. ദെൻ 9th वन, हम वैक्सीन लेते हैं. पढ़ का प्रयोग करके वाक्य को बदल कर लिखिए. पढ़ പഠന ഓക്കെ എന്ന സഹായക ക്രിയ പ്രയോഗിച്ചിട്ട് വാക്യത്തെ മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ പഠന എന്ന സഹായക ക്രിയ ഒരു സെൻറ്റൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചാഹിയെ എങ്ങനെയാണോ നമ്മൾ ചാഹിയെ പ്രയോഗിച്ചത് അതുപോലെ തന്നെ ചെയ്യണം. അതായത് കർത്താവിൻ്റെ കൂടെ കോ എന്ന പ്രത്യയം ആഡ് ചെയ്യണം. ഓക്കെ, സോ യഹാ പർ എങ്ങനെ വരാം? ഹം കോ അല്ലേ, ഹമേ വാക്സിൻ ലേന പഠിത്താ ഹേ. എങ്ങനെ വരാം? ഹമേ വാക്സിൻ ലേന പഠിത്താ ഹേ. അപ്പോൾ കോ എന്ന പ്രത്യയം ആഡ് ചെയ്യുമ്പോൾ കർത്താവിന് അധികം പ്രാധാന്യം ഉണ്ടാവില്ല, കർമ്മത്തിനായിരിക്കും അധികം പ്രാധാന്യം ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ലേന പഠിത്താ ഹേ എന്ന് കർമ്മത്തെ അനുസരിച്ചിട്ട് എഴുതിയത്. ഓക്കെ, സോ ഹമേ വാക്സിൻ ലേന പഠിത്താ ഹേ എന്ന് വേണം ആൻസറായിട്ട് എഴുതാൻ. ദെൻ നെക്സ്റ്റ് വൺ, നൗക്കർ രാത് ഭർ സോയ. വാക്യ കോ സന്ദിഗ്ധ ഭൂതകാൽ മേ ബദൽ കർ ലിഖിയേ. ഈ വാക്യത്തിനെ സന്ദിഗ്ധ ഭൂതകാലത്തിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സന്ദിഗ്ധ ഭൂതകാൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്ന ക്രിയാരൂപമാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ സാമാന്യ ഭൂതകാല രൂപത്തോടുകൂടി ഹോഗ, ഹോഗി, ഹോങ്കെ, ഹോങ്കി, ഹോഗെ, ഹോഗി, ഹൂങ്ക, ഹൂങ്കി മുതലായവ കർത്താവിൻ്റെ ലിംഗവചനങ്ങൾക്കനുസരിച്ച് ചേർത്താണ് ക്രിയയുടെ സന്ദിഗ്ധ ഭൂതകാല രൂപം ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ എങ്ങനെയാണ് സന്ദിഗ്ധ ഭൂതകാലത്തിലേക്ക് മാറ്റുക? യെസ്, നൗക്കർ രാത് ഭർ സോയാ ഹോഗ. ഇവിടെ നൗക്കറാണ് സബ്ജക്റ്റ് അല്ലെ, കർത്ത കെ രൂപ മേ ആയേ ഹെ നൗക്കർ. അപ്പം അതിനെ അനുസരിച്ചിട്ടാണ് സോയാ ഹോഗ എന്നവിടെ എഴുതിയത്. നൗക്കർ രാത് ഭർ സോയാ ഹോഗ എന്നതാണ് ആൻസറായിട്ട് വരിക. फिर अगला देखिए, लड़का आम खाता है. लड़का आम खाता है, കർമ്മവാച്യ में बदल कर लिखिए. അപ്പോൾ കർമ്മവാച്യത്തിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ കർമ്മവാച്യത്തിലേക്ക് മാറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സബ്ജക്റ്റിൻ്റെ കൂടെ കർത്താവിൻ്റെ കൂടെ സേ എന്ന പ്രത്യയം ആഡ് ചെയ്യണം. ദെൻ ഇതിലെ ക്രിയയെ പാസ്റ്റിലേക്ക് മാറ്റിയിട്ട് ജാന എന്ന ക്രിയാരൂപം ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണ് കർത്തൃവാച്യനെ കർമ്മവാച്യത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ എങ്ങനെയാണ് കർമ്മവാച്യത്തിലേക്ക് മാറ്റുക? യെസ്, ലഡ്കാ സേ ആം ഖായാ ജാത്താ ഹേ. എങ്ങനെ വരാം? ലഡ്കാ സേ ആം ഖായാ ജാത്താ ഹേ. ठीक है. फिर अध्यापक क्लास में आए, विद्यार्थी उठे, जब तब जोड़कर लिखिए. യെസ്, ജബ് തബ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിൽ വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കുന്നവയാണ് കേട്ടോ. സോ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ ജബ് തബ് ഉപയോഗിച്ചുകൊണ്ട് കണക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എങ്ങനെ എഴുതാം? ജബ് അധ്യാപക് കക്ഷാമേ ആയേ തബ് വിദ്യാർത്ഥി ഉഠേ. ഓക്കെ, എന്നതാണ് കറക്റ്റ് ആൻസർ.